ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് ആണ് നമ്മൾ ഈ ടോപ്പിക്ക് ഇന്ന് സംസാരിക്കുന്നത്. ഒരു വശത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് തലക്കെട്ടുകളൊക്കെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ തന്നെയും, അല്ലെങ്കിൽ മറ്റ് പല ഏജൻസികളും അല്ലെങ്കിൽ IMF പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ചില രാജ്യങ്ങൾ ഒക്കെ തന്നെ നമ്മളെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ചില പിക്ചേഴ്സ് നമ്മുടെ രാജ്യത്തെക്കുറിച്ച് മുമ്പോട്ട് വെക്കുന്നുണ്ടെങ്കിൽ തന്നെയും നമ്മൾ ആഭ്യന്തരമായിട്ടുള്ള നമ്മളുടെ ചില പ്രശ്നങ്ങൾ വളരെ രൂക്ഷമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് രാജ്യത്ത് തൊഴിലില്ലായ്മയുടെ നിരക്ക് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. തൊഴിലില്ലായ്മ എന്തുകൊണ്ട് കൂടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും തൊഴിൽ ചെയ്യാൻ ആൾക്കാരില്ലാത്തത് കൊണ്ടല്ല. തൊഴിൽ ചെയ്യാൻ ആൾക്കാരുണ്ട്, പക്ഷേ അവർക്ക് നമുക്ക് പല തരത്തിലുള്ള കാറ്റഗറിയിലുള്ള തൊഴിൽ മേഖല പലതാണല്ലോ. അതായത് സ്കിൽഡ് ഉണ്ട്, സെമൈ സ്കിൽഡ് ഉണ്ട്, അല്ലേ, അൺസ്കിൽഡ് ഉണ്ട്. ഇങ്ങനെയൊക്കെ പല കാറ്റഗറിയിലുള്ള വർക്ക് ഫോഴ്സ് ഉണ്ട്. അപ്പം ഈ പറഞ്ഞ മേഖലകളിലൊക്കെ തന്നെ ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണെന്ന് പറഞ്ഞാൽ, അല്ല ഇന്ന സ്കിൽഡ് വർക്കേഴ്സിന് അല്ലെങ്കിൽ സ്കിൽഡ് ലേബർ അവിടെ മാത്രമാണ് തൊഴിലില്ലായ്മ ഉള്ളത്, അല്ലെങ്കിൽ സെമി സ്കിൽഡ് ആയിട്ടുള്ള ഏരിയയിലാണ്. അങ്ങനെയല്ല, പൊതുവെ എല്ലാ മേഖലകളിലും അല്ലെങ്കിൽ എല്ലാ കാറ്റഗറി ഓഫ് ഈ ലേബേഴ്സിൻ്റെ കാര്യം പൊതുവെ പറയുമ്പോൾ തൊഴിലില്ലായ്മ വളരെ വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നഗരങ്ങളിലെ തൊഴിലില്ലായ്മ 6.8%. ഓഗസ്റ്റ് മാസം കഴിഞ്ഞതിപ്പം സെപ്റ്റംബർ ഒക്ടോബർ ആയി. ഓഗസ്റ്റിൽ 6.7%. അതുപോലെ പുരുഷന്മാരിൽ 5.9%-ൽ നിന്ന് 6 ഉയർന്നു. സ്ത്രീകളിൽ 8.9%-ൽ നിന്ന് 9.3%-ആയിട്ട് ഉയർന്നു. അതൊക്കെ വലിയൊരു വർധനമാണ് കാണിക്കുന്നത്. ഓഗസ്റ്റിലെ 5.1%-ൽ നിന്ന് 5.2%-ലേക്കാണ് ഈ തൊഴിലില്ലായ്മയുടെ നിരക്ക് കൂടിയിട്ടുള്ളത്. 0.1 കൂടിയിട്ടുണ്ട്. നഗരങ്ങളിൽ പൊതുവെ വലിയ വർധനവ് കാണുന്നില്ലെങ്കിൽ തന്നെയും ഗ്രാമീണ മേഖലകളിലാണ് തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നത്. ഈ റിപ്പോർട്ട് അനുസരിച്ച് പറഞ്ഞാൽ നമ്മളുടെ പീരിയോഡിക് ലേബർ ഫോഴ്സിൻ്റെ സർവേയിലാണ് ഈ റിപ്പോർട്ട്. അവരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ വസ്തുത മനസ്സിലാക്കാൻ കഴിയുന്നത്. നഗരങ്ങളിലെ സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നിരക്ക്. ഓഗസ്റ്റിൽ 8.9%-ആയിരുന്നു. അത് 9.3%-ആയിട്ടുണ്ട്. പുരുഷന്മാരിൽ ഇത് 6%-ആണ്. 5.9%-ൽ നിന്നും നമ്മൾ നേരത്തെ പറഞ്ഞാണ് 5.9%-ൽ നിന്ന് 6%-ആയിട്ട് ഉയർന്നു. സ്ത്രീകളുടെ അല്ലെങ്കിൽ വനിതകളുടെ കാര്യത്തിൽ 8.9%-ൽ നിന്നും 9.3%-ആയിട്ട് ഉയർന്നു. അത് നല്ലൊരു വ്യത്യാസം തന്നെയാണത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇതുപോലുള്ള കണക്കുകൾ അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ നമുക്ക് ആശങ്ക ഉളവാക്കുന്നതാണ്. നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ പൊതുവെ നയം രൂപീകരിക്കുന്ന ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ആശങ്കയുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല. പക്ഷേ ഇത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് തൊഴിലില്ലായ്മ വർദ്ധിച്ചു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് സാമ്പത്തികമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള ഒത്തിരി അരക്ഷിതാവസ്ഥകൾ ഉണ്ടാക്കി വെക്കുന്ന ഒരു കാര്യം തന്നെയാണ് ശരി. അപ്പോൾ വിവിധ മേഖലകളിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ തന്നെ തൊഴിലില്ലാത്ത ഒരവസ്ഥ കൂടി വരികയാണ്. ഇനിയും വരുന്ന കാലങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന മാസങ്ങളിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടാമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അതിന് കാരണം മികച്ച മൺസൂൺ ലഭിച്ചതും അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ ഇപ്പോൾ എന്തോ ഉണർവുണ്ടായിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും വരുന്ന മാസങ്ങളിൽ ഈ തൊഴിലില്ലായ്മയ്ക്ക് ഒരു പരിഹാരം കാണുവാൻ കഴിയും എന്നാണ് പ്രതീക്ഷ. നമ്മൾ പറഞ്ഞത് ഗ്രാമീണ മേഖലയിൽ അല്ലെങ്കിൽ വില്ലേജ്, അതുപോലെ തന്നെ നഗരങ്ങളിൽ. വില്ലേജിലാണ് ഇത് ഏറ്റവും കൂടുതൽ, ഗ്രാമീണ മേഖലകളിലാണ് അല്ലെങ്കിൽ ഗ്രാമത്തിലാണ് തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതൽ നഗരങ്ങളിലേക്കാളും. ഓഗസ്റ്റിൽ 4.3% ഉള്ളത് 4.6%-ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രാമീണ മേഖലകളിൽ പുരുഷന്മാർക്ക് 4.5% ആയിരുന്നത് 4.7%-ആയിട്ട് ഉയർന്നിട്ടുണ്ട്. സ്ത്രീകൾക്ക്
ഇത് 4% നിന്ന് 4.3% കൂടിയിട്ടുണ്ട്. ഗ്രാമീണ മേഖലകളിലെ കാര്യമാണ് പറയുന്നത്. നഗരങ്ങളിലും നഗരപ്രദേശങ്ങളിലും ഇത് നേരിയ വർധനമുണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്ത് പൊതുവേ നമ്മൾ നോക്കുമ്പോൾ തൊഴിലില്ലായ്മ വർദ്ധിച്ചു വരികയാണ് എന്നാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇടയിൽ, അല്ലെങ്കിൽ നഗര ഗ്രാമീണ മേഖലകളെല്ലാം കണക്കിലെടുത്ത് ജനറൽ റിപ്പോർട്ടിൽ നമുക്ക് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ തൊഴിലില്ലായ്മ വർദ്ധിച്ചു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നഗരങ്ങളിലെ തൊഴിലില്ലായ്മ 6.8%. ഓഗസ്റ്റിൽ 6.7 പുരുഷന്മാരിൽ 5.9% നിന്ന് 6% ഉയർന്നപ്പോൾ വനിതകൾ 8.9 നിന്നും 9.3% 15 വയസ്സ് മുതൽ 29 വയസ്സ് വരെയുള്ള ആൾക്കാരിൽ തൊഴിലില്ലായ്മ നിരക്ക് 3 മാസത്തെ ഉയർന്ന ഒരു നിലയിലാണ് നമുക്ക് ഈ റിപ്പോർട്ട് അനുസരിച്ച് കാണാൻ പറ്റുന്നത്. ഏകദേശം 14.6% നിന്ന് 15% വർദ്ധിച്ചിട്ടുണ്ട്. 15 വയസ്സ് മുതൽ 29 വയസ്സ് വരെയുള്ള ആൾക്കാരുടെ തൊഴിലില്ലായ്മ നിരക്കാണ് 14.6% നിന്നും 15% ഈ 3 മാസത്തിനുള്ളിൽ വർദ്ധിച്ചത്. അപ്പോൾ ഉത്സവ സീസൺ വരുന്നു. കാരണം ഇന്ത്യയുടെ ഡൊമസ്റ്റിക് എക്കോണമി, ആഭ്യന്തരമായിട്ടുള്ള നമ്മുടെ പൊതുവേ നമ്മളെക്കുറിച്ച്, ഇന്ത്യയെക്കുറിച്ച് പറയപ്പെടുന്നത് എന്താണ്? കാരണം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പൊതുവെ ഒരു ആഭ്യന്തര വിപണിയെ ആശ്രയിച്ചാണ് കൂടുതലും ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്നത്. നമ്മൾ കൂടുതൽ ഒരു എക്സ്പോർട്ട് ഓറിയൻറ്റഡ്, ഞാൻ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ചൈനയെ പോലോ അല്ലെങ്കിൽ മറ്റ് സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളെയൊക്കെ പോലെ തന്നെ വിയറ്റ്നാമ് അല്ലെങ്കിൽ ജപ്പാൻ, സൗത്ത് കൊറിയ, തായ്വാൻ ഇതുപോലുള്ള രാജ്യങ്ങളെയൊക്കെ അപേക്ഷിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യ ഒരു എക്സ്പോർട്ട് ഓറിയൻറ്റഡ് എക്കോണമി അല്ല. ഇന്ത്യ ആഭ്യന്തരമായിട്ടുള്ള വിപണിയെ ആശ്രയിച്ചാണ്, ഡൊമസ്റ്റിക് കൺസംഷനെ ആശ്രയിച്ചാണ് നമ്മൾ നമ്മുടെ ഇക്കണോമിക് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് നമ്മൾ പൊതുവെ ലോകത്ത് സാമ്പത്തിക റിസഷൻ വരുമ്പോൾ, ഗ്ലോബൽ റിസഷനൊക്കെ വരുമ്പോൾ, ഗ്ലോബലൈസ്ഡ് ആയിട്ടുള്ള ഒരു എക്കോണമി ആയതുകൊണ്ട് നമ്മളെ ബാധിക്കും. എന്നാൽ തന്നെയും ഈ പറഞ്ഞ ലോക മാർക്കറ്റിനെ കൂടുതൽ ആശ്രയിച്ച് കഴിയുന്ന സമ്പദ് വ്യവസ്ഥകളായിട്ടുള്ള എക്സ്പോർട്ട് ഓറിയൻറ്റഡ് എക്കോണമീസിനെ അപേക്ഷിച്ച് വലിയ പരിക്കുകളൊന്നും ഇന്ത്യക്ക് ഉണ്ടാകാറില്ല. ഗ്ലോബൽ ഇക്കണോമിക് റിസഷനൊക്കെ വന്നു കഴിഞ്ഞാൽ പരിക്കുകളുണ്ടാകും. കാരണം നമ്മൾ ഗ്ലോബലൈസ്ഡ് എക്കോണമിയാണ്. തീർച്ചയായിട്ടും നമ്മളെ ലോക സമ്പദ് വ്യവസ്ഥയുടെ ഒരു ഭാഗമായതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു വലിയ റിസഷനൊക്കെ ഇന്ത്യയും ബാധിക്കും. എന്നിരുന്നാൽ തന്നെയും ഇപ്പം പൂർണ്ണമായിട്ടും എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എക്കോണമിയെ ബാധിക്കുന്ന തരത്തിലുള്ള സാമ്പത്തിക അരക്ഷിതാവസ്ഥയോ അല്ലെങ്കിൽ ക്രൈസിസോ ഒന്നും നമ്മളെ പൊതുവെ ചലഞ്ച് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യ ഡൊമസ്റ്റിക് കൺസംഷനെ ആശ്രയിച്ച്, ആഭ്യന്തരമായിട്ടുള്ള വിപണിയെ കൂടുതൽ ആശ്രയിച്ച്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇക്കണോമിക് മോഡലാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്ത് സീസണലായിട്ടുള്ള ഉത്സവ സീസൺ, ഇപ്പോൾ ദീപാവലി പോലുള്ള, ഹോളി, ദീപാവലി അല്ലെങ്കിൽ ക്രിസ്മസ് ഇതുപോലുള്ള ന്യൂ ഇയർ, ഇങ്ങനെയൊക്കെയുള്ള ഈ സീസണൽ എന്താണ് പറയുന്നത്, ഉത്സവങ്ങൾ എന്നൊക്കെ പറയാം. ഉത്സവം എന്ന് പറയുന്നത് അമ്പലത്തിലെ കാര്യമില്ല ഞാൻ പറയുന്നത്, പൊതുവെ ഇന്ത്യ മൊത്തം ഉണ്ടാകാൻ സാധ്യതയുള്ളപ്പോൾ ഹോളി, ദീപാവലി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അത് ക്രിസ്മസ്, അതുപോലെ തന്നെ ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഓണം ഫെസ്റ്റിവൽ, തമിഴ്നാടിനെ സംബന്ധിച്ച് ഈ പറഞ്ഞ അവരുടെ ദീപാവലി അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ലോക്കലായിട്ടുള്ള റീജിയണൽ ആയിട്ടുള്ള ഈ പറഞ്ഞ ഉത്സവങ്ങൾ, റിലീജിയസ് ആയിട്ടുള്ള ഫെസ്റ്റിവൽസ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ എന്താണ് പറയുന്നത്, ത്രൈവ് ചെയ്യുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഉത്സവ സീസൺ വരുന്നതോടുകൂടി ഈ തൊഴിലില്ലായ്മയ്ക്ക് അത് താൽക്കാലികമായിരിക്കാം ഒരു പക്ഷേ ഒരു തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ അത് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. കോർപ്പറേറ്റ് മേഖലയിലെ നിയമങ്ങൾ മോശം അവസ്ഥയിലായതും US നമ്മളുടെ മുകളിൽ ഇമ്പോസ് ചെയ്ത ടാരിഫ്, അത് കാരണം കയറ്റുമതിയിൽ നമ്മുടെ എക്സ്പോർട്ടിൽ ഉണ്ടായിട്ടുള്ള കുറവ്, ഇതൊക്കെ തന്നെ തൊഴിലവസരങ്ങൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. കാരണം ടാരിഫിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നത് ഈ മേഖലയിലെ തൊഴിൽ അവസരങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നുവെച്ചാൽ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന എക്സ്പോർട്ടിൻ്റെ വോളിയത്തിൽ കുറവുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും കമ്പനികൾ അവരുടെ
പിന്നെ തൊഴിൽ വെട്ടിക്കുറയ്ക്കുവാൻ ഓരോ കമ്പനികളും ഇപ്പം നേരത്തെ 100 എംപ്ലോയീസിനെ ആവശ്യമായിരിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരുപക്ഷെ 50 പേരുടെ ആവശ്യമേ കാണത്തുള്ളൂ. കാരണം എക്സ്പോർട്ട് മാർക്കറ്റില്ല, എക്സ്പോർട്ട് വോളിയം കുറഞ്ഞു, ബിസിനസ് കുറഞ്ഞു. അതുകൊണ്ട് തീർച്ചയായിട്ടും നേരത്തെ ഉണ്ടായിരുന്ന എംപ്ലോയീസിൻ്റെ അല്ലെങ്കിൽ തൊഴിലാളികളുടെ ആവശ്യമില്ല. അപ്പോൾ അതിന് വെട്ടിക്കുറച്ച് ഇപ്പം 100 എംപ്ലോയീസ് ഉള്ളിടത്ത് ഇപ്പോൾ 50 എംപ്ലോയീസിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും തൊഴിലവസരങ്ങൾ കുറയുന്നുണ്ട്, തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാന കാരണം. പിന്നെ AI-യുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കടന്നുകയറ്റം, ഇതൊക്കെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന തൊഴിലവസരങ്ങളൊക്കെ തന്നെ ഇല്ലേ അതിനെ ഡിസ്റപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. നേരത്തെ ഉണ്ടായിരുന്ന തൊഴിലവസരങ്ങളൊക്കെ നീക്കം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു വശമാണ്. പക്ഷേ പരമ്പരാഗതമായിട്ടുള്ള തൊഴിലവസരങ്ങളെല്ലാം തന്നെ അത് ഈ പറഞ്ഞ AI-യുടെ വരവോടുകൂടി എലിമിനേറ്റ് ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ ഗ്ലോബലായിട്ടുള്ള അൺസർട്ടനിറ്റീസ്, അനിശ്ചിതത്വങ്ങൾ വ്യാപാര മേഖലയിലും സമ്പദ് മേഖലയിലും ഒക്കെ തന്നെയുള്ള ട്രംപിൻ്റെ രണ്ടാമത്തെ പ്രസിഡൻഷ്യൽ ടേമിലുണ്ടായിട്ടുള്ള ഈ പറഞ്ഞ ഇക്കണോമിക് ഡിസ്റപ്ഷൻസ്, ടാരിഫ് അതുപോലുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ തന്നെ ഇന്ത്യയെ പോലുള്ള രാജ്യത്തും ചൈനയിലും ഒക്കെ തന്നെ വൻതോതിലുള്ള ഈ സമ്പദ് മേഖലയിലെ അരക്ഷിതാവസ്ഥകളായി അല്ലെങ്കിൽ പറഞ്ഞ ക്രൈസിസ് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ക്രൈസിസ് പറഞ്ഞാൽ ഇതാണ്, തൊഴിലില്ലായ്മ വർദ്ധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ പറഞ്ഞ കാരണങ്ങളെ കൊണ്ടൊക്കെ തന്നെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ തൊഴിലില്ലായ്മ വളരെ രൂക്ഷമായിട്ട് വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ അതിന് നമുക്കിപ്പോൾ പെട്ടെന്ന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട എക്സ്പോർട്ട് മാർക്കറ്റിന് നമുക്ക് അതിൻ്റെ ഓൾട്ടർനേറ്റീവായിട്ട് മറ്റ് മാർക്കറ്റുകളെ നമ്മൾ തേടിപ്പിടിച്ച് ബിസിനസ്സിനെ പഴയ ആ രൂപത്തിലാക്കുക എന്നുള്ളത് ടൈം എടുക്കും, പോസിബിളാണ്, പക്ഷേ ഈസി അല്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. കോർപ്പറേറ്റ് മേഖലയിലെ നിയമങ്ങൾ മോശമായത് ഇതൊക്കെ കൊണ്ടാണ്. കാരണം US-ൻ്റെ താരിഫ് നിയമങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് മേൽ താരിഫ് ഏർപ്പെടുത്തിയത്, ഇതൊക്കെ തന്നെ ആണ് തൊഴിലവസരങ്ങൾ കുറയ്ക്കുവാൻ കാരണമായിട്ടുള്ളതും ഈ പറഞ്ഞ എന്താണ് തൊഴിലില്ലായ്മ വർദ്ധിക്കാൻ കാരണമായിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു ആശങ്ക ജനിപ്പിക്കുന്ന കാര്യമാണ്. ഇത് നമ്മൾ താരിഫിൻ്റെ ഒക്കെ ആ ഒരു സമയത്ത് തന്നെ ചർച്ച ചെയ്തൊരു വിഷയമാണ്. കാരണം തൊഴിൽ നഷ്ടപ്പെടും, തൊഴിലില്ലായ്മ വർദ്ധിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അതിപ്പോൾ പല റിപ്പോർട്ടുകളും പുറത്തു വരുന്നതോടുകൂടി നമുക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു പിക്ചർ നമുക്ക് ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു. അത് ഇന്ത്യയെ സംബന്ധിച്ച്, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് നമ്മളിപ്പോൾ പഴയതിനേക്കാളും കൂടുതൽ നമ്മൾ ഗ്ലോബൽ എക്കോണമിയായിട്ടോ അല്ലെങ്കിൽ ഗ്ലോബൽ സപ്ലൈ ചെയിനിലേക്കൊക്കെ നമ്മൾ കൂടുതൽ ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഗ്ലോബൽ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ചലനങ്ങൾ, മാറ്റങ്ങളൊക്കെ തന്നെ നമ്മളുടെ സമ്പദ് വ്യവസ്ഥയെ വളരെ പ്രതികൂലമായിട്ട്, പഴയതിനേക്കാളും കൂടുതൽ പ്രതികൂലമായി ബാധിക്കും എന്ന ഉള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക. നേരത്തെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു. നേരത്തെ നമ്മൾ അത്രയും ഗ്ലോബലൈസ്ഡ് അല്ലായിരുന്നു. ഗ്ലോബൽ മാർക്കറ്റ് അല്ലെങ്കിൽ ഗ്ലോബൽ എക്കോണമിയിൽ നമ്മൾ ഇത്രയും ഇൻ്റഗ്രേറ്റഡ് അല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇനിയുള്ള മുമ്പോട്ടുള്ള കാലഘട്ടത്തിലും തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഐസൊലേറ്റ് ചെയ്ത് മാറി നിൽക്കാൻ കഴിയത്തില്ല. കൂടുതൽ നമ്മൾ ഗ്ലോബൽ എക്കോണമിയായിട്ട് അല്ലെങ്കിൽ ഗ്ലോബൽ സമ്പദ് വ്യവസ്ഥയായിട്ട് കൂടുതൽ, അതായത് നമ്മളുടെ സാമ്പത്തിക വളർച്ച കൂടുക അല്ലെങ്കിൽ സമ്പദ് മേഖലയിലെ നമ്മുടെ വളർച്ച കൂടുക അല്ലെങ്കിൽ വർദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ എക്സ്പോർട്ട് വർദ്ധിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ്. എക്സ്പോർട്ട് വർദ്ധിച്ചാൽ മാത്രമേ സമ്പദ് വ്യവസ്ഥയ്ക്ക് വളർച്ച ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ എക്സ്പോർട്ട് കൂടുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആഗോള സമ്പദ് വ്യവസ്ഥയുമായിട്ട് നമ്മൾ പഴയതിനേക്കാൾ നമ്മൾ കൂടുതൽ ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ഗ്ലോബൽ സപ്ലൈ ചെയിനുമായിട്ട് നമ്മൾ കൂടുതൽ ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, മാന്ദ്യങ്ങൾ, ഇതുപോലുള്ള ഏതെങ്കിലും അമേരിക്ക പോലുള്ള രാജ്യങ്ങളുടെ ഭാഗത്തുള്ള താരിഫ്, ഇതൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലെ ആഭ്യന്തരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ അല്ലെങ്കിൽ സങ്കീർണതകൾ ഉണ്ടാക്കുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് പ്രധാനപ്പെട്ട ഒരു അല്ലെങ്കിൽ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഗവൺമെൻറ് ഇതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യും എന്നുള്ളത് നമുക്കറിയത്തില്ല. കാരണം ഗവൺമെൻറ് വിചാരിച്ചാലൊന്നും ഇത്രയും തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റത്തില്ല. എക്കോണമിയെ റിവൈവ് ചെയ്യുക എന്നുള്ള ഒറ്റ പോളിസിയിൽ കൂടെ മാത്രമേ തീർച്ചയായിട്ടും തൊഴിൽ ലഭിക്കത്തുള്ളൂ. അപ്പോൾ എക്കോണമിയെ റിവൈവ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഈ സമ്പദ് മേഖലയുടെ വളർച്ചയ്ക്ക് അനുകൂലമായിട്ടുള്ള പോളിസീസ്, പ്രോഗ്രാംസ് ഒക്കെ തന്നെ ഉണ്ടാകണം തീർച്ചയായിട്ടും. ഇപ്പോൾ അമേരിക്ക പോലുള്ള എക്സ്പോർട്ട് മാർക്കറ്റ് നമുക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റ്
ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക അല്ലെങ്കിൽ ഏഷ്യൻ, സെൻട്രൽ ഏഷ്യൻ മാർക്കറ്റുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രദേശങ്ങളിലൊക്കെയുള്ള രാജ്യങ്ങളുമായിട്ട് കൂടുതൽ നമ്മൾ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് വളരെ ശക്തിപ്പെടുത്തി കൂടുതൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ചുകൾ നമ്മൾ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നഷ്ടപ്പെട്ട മാർക്കറ്റിനെ നമുക്ക് ഓൾട്ടർനേറ്റീവായിട്ടുള്ളൊരു സോഴ്സിൽ കൂടെ നമുക്ക് പ്രൊക്യൂർ ചെയ്യാൻ സാധിക്കും. പക്ഷെ അത് ടൈം എടുക്കും, അത് ഈസി അല്ലെന്ന് പറഞ്ഞു, പോസിബിൾ ആണോ? അപ്പോൾ ഇത് നമ്മളെ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. തൊഴിലില്ലായ്മ നിരക്ക് കൂടുന്നു എന്നുള്ളത് നഗരങ്ങളിലും അതുപോലെ തന്നെ ഗ്രാമങ്ങളിലും ഒക്കെ തന്നെ തൊഴിലില്ലായ്മയുടെ പ്രശ്നം വളരെ രൂക്ഷമാണ്. അപ്പോൾ ഇത് നമ്മുടെ ഗവൺമെൻറ് കൃത്യമായിട്ടുള്ള ഇടപെടലുകളിൽ കൂടി അതിനെ അഡ്രസ്സ് ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ടോപ്പിക്കോടെ അവസാനിപ്പിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നമസ്കാരം.